ഹലോ, നല്ല നമസ്കാരം. ബാലൻ, മഞ്ഞൾ ബോയ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച ചിദംബരവും അതോടൊപ്പം തന്നെ തിയേറ്ററിൽ ആവേശം കൊള്ളിച്ച ആ ജിത്തു മാധവൻ്റെ ആ ഒരു കോംബോ ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. അതെ, ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെയാണ് ബാലൻ ഉയർന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഞാൻ ഈ സിനിമ ഇപ്പോൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. സംവിധായകൻ പ്രിയദർശൻ കുറച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടു. 2 വർഷങ്ങൾക്കിടയിൽ താൻ കണ്ട ഏറ്റവും മികച്ച സിനിമ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആ ഒരു വമ്പൻ ഹൈപ്പിലാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പിന്നെ അതിനെതിരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വലുതായിട്ട് കാര്യമാക്കില്ല. സിനിമ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാമോ കാണാൻ പറ്റത്തില്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയാം. ഒരുപാട് സ്പോയിലറുകൾ ഒന്നും പറയാതെ വളരെ സിമ്പിളായിട്ട് ട്രെയിലറിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സിനിമയിൽ. ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു അമ്മയും അവരുടെ മകനുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജയിൽ മോചിതയായിട്ട് സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും തുടർന്ന് അവരുടെ ഭൂതകാലവും യഥാർത്ഥ ഐഡൻറ്റിറ്റിയും ആരും അറിയാതിരിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന നിരന്തരമായിട്ടുള്ള യാത്രകളാണ്, അല്ലെങ്കിൽ ഒളിച്ചോട്ടമാണ് കഥയുടെ കാതൽ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം മണത്താൽ അവിടെ നിന്നും പുതിയൊരു പേരിൽ പുതിയൊരു വിലാസത്തിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ അമ്മയുടെയും മകൻ്റെയും അതിജീവനത്തിൻ്റെ യാത്രക്കിടയിൽ അവർക്ക് ചെന്നുപെടുന്ന ചില ക്രൈം സൈക്കോ കോൺഫ്ലിക്റ്റുകളാണ് ഈ സിനിമയുടെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കഥ നന്നായിട്ട് വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരക്കഥയ്ക്ക് ആദ്യം തന്നെ ഒരു കയ്യടി. ഇനി ഇതിലെ ആക്ടിങ് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നും മച്ചന്മാരെ, ഇതൊരു ചൈൽഡ് ആർട്ടിസ്റ്റ്. ആ പയ്യൻ്റെ കുട്ടിക്കാലം, എൻ്റെ മോൻ ആദിശേഷൻ, ആ പയ്യൻ, അവൻ്റെ കണ്ണുകളും നോട്ടവും കണ്ടാലുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകമാണോ അതേസമയം മറ്റൊരു സങ്കടമാണോ എന്ന് തോന്നുന്ന അമ്മാതിരി പെർഫോമൻസ്. എന്ത് പെർഫോമൻസാ! ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് ഉറപ്പ്. ബാലൻ്റെ കുറച്ചുകൂടി മുതിർന്ന ഒരു പ്രായം ചെയ്ത മുഹമ്മദ് സീനാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കാണിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. വലിയ ഇതൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ ആ പയ്യൻ കാണിക്കുന്നൊരു സാധനമുണ്ട്. എൻ്റെ മോനെ, എന്തൊരു ഹൈ സാധനം! കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല മോനെ. 2 പയ്യന്മാരും ബാലൻ വേഷം ചെയ്ത ചെറുതും ഇതിലൂടെ മുതിർന്നതും രണ്ടും സൂപ്പർ കിട്ടില്ല പെർഫോമൻസ്. അടുത്തത് ടൊവിനോ തോമസ്. ഇതുവരെ ചെയ്യാത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് മച്ചാൻ ഇതിലേക്ക് വന്നത്. ഒരു പക്കാ ലോക്കൽ ഒരുപാട് പോസ്റ്ററ്റിക് മേക്കപ്പൊക്കെ ഉപയോഗിച്ച് വയറൊക്കെ വച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിടിലം പ്രകടനം. അത് കിടിലമായിട്ട് തോന്നിയത്. അമ്മയായിട്ട് അഭിനയിച്ച ഒരു കിളവിയുണ്ട്. എൻ്റെ അമ്മോ, എന്തൊരു കിടിലം സാധനം! ഒരു അമ്മുമ്മയായിട്ട് അഭിനയിച്ച ഒരു കിളവിയുണ്ട്. കിടിലം പെർഫോമൻസ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന കേന്ദ്ര കഥാപാത്രം അമ്മ വേഷം ചെയ്ത ഫർസാന പാലത്തിങ്കൽ. സാധാരണ നമ്മൾ കാണുന്ന ഒരു സ്നേഹമയിയായ അമ്മയല്ല, മറിച്ച് മാനസികമായിട്ട് ഒരുപാട് ലെയറുകളുള്ള ഒരുപാട് പ്രതിസന്ധികൾ പ്ലാൻ ചെയ്ത് നേരിടുന്ന ഒരു തകർപ്പൻ പെർഫോമൻസാണ് അവർ. കിടിലം. ജീൻ പോൾ ലാലും അതോടൊപ്പം തന്നെ ഇവരൊക്കെ ചേരുമ്പോൾ തിയേറ്ററിൽ നല്ലൊരു ചിരിയും അതോടൊപ്പം തന്നെ നല്ല പെർഫോമൻസും നൽകുന്നുണ്ട്. ഗണപതിക്ക് അത് കാസ്റ്റിംഗ് ഇത് ചെയ്തിട്ടുള്ള ഗണപതിക്ക് കയ്യടി നേടുന്നുണ്ട് ഗണപതി. കാരണം ഗണപതിയുടെ കാസ്റ്റിംഗ് ഒരിടത്തും പാളിയിട്ടില്ല. കിടിലം. എല്ലാവരും അത്രയ്ക്കും ഗംഭീരമായിട്ട് തന്നെ അവർ പെർഫോം ചെയ്ത് കയറ്റി വച്ചിട്ടുണ്ട്. സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കിയാൽ ബാലൻ ഒരു വിഷ്വൽ ട്രീറ്റാണ്. ഷൈജു ഹാരിദിൻ്റെ മാന്ത്രിക ഫ്രെയിമുകളും വിവേക് ഹാർഷൻ്റെ എഡിറ്റിങ്ങും കൂടിയാകുമ്പോൾ ഓരോ രംഗവും ഒരു നോവൽ അല്ലെങ്കിൽ ചെറുകഥ വായിക്കുന്ന രീതിയിലേക്കാണ് അത് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്. പശ്ചാത്തല സംഗീതം കൊണ്ട് തിയേറ്ററിൽ നമ്മളെ സീറ്റെഡ്ജ് തരുന്ന കുറേ സാധനങ്ങൾ സുഷിൻ എടുത്തു വച്ചിട്ടുണ്ട് പലയിടത്തും. താക്കോൽ എന്ന് പറയുന്ന ആ പാട്ടൊക്കെ ഗംഭീരമായാണ്. വെറും ഒരു പാട്ടായിട്ടല്ല, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് മനസ്സിലാകുന്നത്. എന്നാൽ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ നെഗറ്റീവും കൂടി പറഞ്ഞു പോകുമ്പോൾ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ക കൊമേഴ്ഷ്യൽ മസാല പടമോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെയോ അല്ലെങ്കിൽ ആവേശം പോലെയുള്ള ഒരു മാസ് പടം പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. കാരണം സിനിമയുടെ ഒരു 90% ഓഫ് ബീറ്റ് സ്വഭാവമുള്ള വളരെ സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലുമൊക്കെ അത് ഇതായിട്ട് സ്ലോ പേസിൽ പോകാനും ബോറടിക്കാനും ഒക്കെ തോന്നും. പിന്നെ രണ്ടാമതായിട്ട് ലോജിക്ക് പരമായിട്ടുള്ള കാര്യം, അമ്മയും മകനും ഇങ്ങനെ ഒളിച്ചു കഴിയുമ്പോൾ അവരെ ട്രാക്ക് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്ര എളുപ്പത്തിൽ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം മനസ്സിൽ വരാം. ചില സ്ഥലങ്ങളിൽ ലോജിക്ക് അത്ര കൺവിൻസിങ് ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ടൊവിനോയുടെ ആ ലുക്ക്
ലുക്കിലും ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനിൽ ലോക്കൽ ആ ഒരു ഇത് വന്നിട്ടില്ല. ഇതുകൂടി സീരിയസ് ആയിട്ടുണ്ട്. പക്ഷേ മേക്കപ്പ് ഒക്കെ കൊണ്ട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ക്ലൈമാക്സിൽ ഞാൻ വിചാരിച്ചു മെൻ്റലി ആക്കുകയാണെങ്കിൽ ഈ സിനിമ അടാർ വേസ്റ്റായിരുന്നു, ഓവറാകുമായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ഞെരിപ്പിച്ച് കളഞ്ഞു. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അത് PR വർക്കിൻ്റെ ഭാഗമാണെന്ന് പിന്നെ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അത്തരം ഹേറ്റുകളെ പൂർണ്ണമായും തള്ളിക്കളയുക. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു തിയേറ്ററിക്കൽ മൊമെൻറ്റ് ഉണ്ട്. അതിന് വേണ്ടി മാത്രം ഈ സിനിമ ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് സിനിമ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വൈകാരികമായ അനുഭവമാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുക എന്ന് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് പൈസ പോകില്ല, ഉറപ്പാണ്. മസ്റ്റ് വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ. ഞാൻ 10ൽ ഒരു 8.5 മാർക്ക് കൊടുക്കുന്ന ഒരു സിനിമ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വിമർശനങ്ങളെ ധൈര്യമായിട്ട്, ഓരോരുത്തർക്കും സിനിമ ഓരോ തരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.